പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അടുത്തൊരു ട്രേഡിംഗ് വീഡിയോ ആണിത്. ലൈവ് ട്രേഡായിരുന്നു, ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത ട്രേഡാണ്. ഞാൻ ഓൾറെഡി ഒരു പൊസിഷൻ ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏകദേശം നിഫ്റ്റി 214 പോയിൻറ്റ് ഇപ്പോൾ നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു കോൾ സൈഡാണ്. നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടിലാണ് ഞാൻ കോൾ സൈഡ് എൻട്രി എടുത്തത്. ടാർഗറ്റ് ഒരു 10 പോയിൻ്റാണ് ടാർഗറ്റ് കേട്ടോ. 150 ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, 150 ക്വാണ്ടിറ്റി. ഓക്കെ, ഇപ്പോൾ ഏകദേശം 355 രൂപ പ്രോഫിറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 10 പോയിൻ്റാണ്. ഞാനിവിടെ വേണിച്ച് 83-നാണ്, 83 ഏകദേശം ഒരു 90 ആ ഒരു റേഞ്ച് നമ്മൾ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. ഓക്കെ, $220. ഓക്കെ, അങ്ങനെ പ്രോഫിറ്റ് ഞാൻ ഇതിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിൻ്റെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിഫ്റ്റിൻ്റെ ചാർട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് ഇവിടെ എടുത്തതെന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. 10 പോയിൻ്റേ നമ്മൾ ടാർഗറ്റ് വെക്കുന്നുള്ളൂ. ഓക്കെ, നിഫ്റ്റിൻ്റെ ഇത് 5 മിനിറ്റിൻ്റെ ചാർട്ടാട്ടോ. നിഫ്റ്റിൻ്റെ ഇത് 5 മിനിറ്റ് ചാർട്ടാണ്. ഞാനത് നേരെ 1 ഡേ ചാർട്ടിലോട്ട് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 ഡേ ചാർട്ടിൽ വെച്ച് നോക്കുമ്പോൾ 1 ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു അതായത് 20 EMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഡെയിലി അതായത് ഡേ ക്യാൻഡിലാണ് സപ്പോർട്ട് എടുത്തത്. അപ്പം അവിടുന്ന് ഒരു 10 പോയിൻ്റ് നമുക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ കൂടെ ട്രേഡ് പ്ലേസ് ചെയ്തത്. ഓക്കെ, അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് മേലോട്ട് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒക്കെ ഈ ഒരു ഏകദേശം എത്രയത് 24,900 ആ ഒരു റേഞ്ച് ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ നിന്നാണ് ഞാൻ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. നമുക്ക് നോക്കാം എന്തായാലും നമ്മളെ 10 പോയിൻ്റ് ടാർഗറ്റ് കിട്ടുമോ അതോ SL ആണോ ഹിറ്റാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഞാൻ പ്രീമിയത്തിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാനെടുത്ത പ്രീമിയത്തിൻ്റെ ചാർട്ട്. പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കണ ഏകദേശം 200 കണക്കിന് പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ SL എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിരിക്കും, 70 XL. ഓക്കെ, ഈ ഒരു റേഞ്ച് വന്നാൽ SL ഹിറ്റാവും. നമുക്കൊരു ചെറിയൊരു സ്പൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സ്പൈക്ക് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാർക്കറ്റ് 220 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 94 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചാണ് വരിക. ഓക്കെ, പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ആണെങ്കിൽ ഡൗൺ ആവുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ഒരു M പാറ്റേണൊക്കെ വരുന്നുണ്ട്, ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. നമ്മളൊരു 10 പോയിൻ്റ് വേണ്ടി മാത്രമേ നമ്മൾ ടാർഗറ്റ് വെക്കുന്നുള്ളൂ. $220 രൂപ പ്രോഫിറ്റ്, 197. റിജക്ഷനാണ് വരുന്നത്. റിജക്ഷൻ മിക്കവാറും നമ്മളിവിടെ ഒന്ന് എക്സിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ റീ എൻട്രി എടുക്കാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, വീണ്ടും ഒരു 10-200 പ്രോഫിറ്റ് വരുവാണെങ്കിൽ ഞാൻ അവിടെ എക്സിറ്റ് അടിക്കും. എന്നിട്ട് റീ എൻട്രിക്ക് ട്രൈ ചെയ്യും. ഓക്കെ, കാരണം ഇത് ഇവിടുന്ന് പെട്ടെന്ന് മാർക്കറ്റ് കയറില്ല. 17 രൂപ, 60 രൂപ. ഓക്കെ, നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുകയാണ് ആൾക്കാരും. ഓക്കെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മാർക്കറ്റ് മൂവ് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഉണ്ടോ ഡൗൺ മൂവ് വന്നിട്ടുണ്ടോ? 125, 110 മൈനസ് ആയിട്ടുണ്ട്. ഓക്കെ, 200 മൈനസ്, 200 പോയിൻ്റ് മൈനസായി, 140. ഓക്കെ, മാർക്കറ്റ് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. 300 പോയിൻ്റ്. ഓക്കെ, മൈനസാണ്. മാർക്കറ്റ് ഡൗൺ 400 പോയിൻ്റായി.
കാരണം നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഡൗൺ ആകാൻ ഇനിയും ഒരുപാട് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ചെറിയ പോയിന്റിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എക്സിറ്റ് ഒന്ന് മാർക്കറ്റ് എന്താ പറയുക ഒരു 500 പോയിൻ്റ് ഇല്ല. എക്സിറ്റ് നമ്മൾ പൊസിഷൻ അവിടെ ക്ലോസ് ആക്കി കിട്ടാം. ഇപ്പോൾ ഏകദേശം എത്ര പോയിൻ്റാണ്, കാരണം ആ ഒരു മാർക്കറ്റ് ഇനി ഡൗൺ ആവാനുണ്ട്. അതുകൊണ്ടാണ് ഞാനവിടെ എക്സിറ്റ് പൊസിഷൻ ക്ലോസ് ആക്കിയത്. കാരണം അത് നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്താ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിൻ്റെ ചാർട്ട് എനിക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിഫ്റ്റി ഏകദേശം ഇനി ഈ റേഞ്ച് വരെ എന്തായാലും ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഈ റേഞ്ച് വരെ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ SL കിട്ടാം. അതിൽ നല്ല നമ്മൾ ആ ഒരു ലോസ് കൊണ്ട് എക്സിറ്റ് ആവുന്നതായിരുന്നു ബെറ്റർ. ഓക്കെ, നമുക്കൊരു റീ എൻട്രിക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു റേഞ്ച് വരെ വരും, എൻ്റെ SL ഹിറ്റാവും. അപ്പം അതിലും ബെറ്ററായിട്ട് ഞാനിവിടെ എക്സിറ്റ് ആയതാണ്. ഓക്കെ, നമുക്കൊരു റീ എൻട്രിക്ക് ട്രൈ ചെയ്യാം. ഇന്നത്തെ ലോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പൊസിഷൻ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഓക്കെ 612 രൂപ 600 രൂപ നമുക്ക് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ 10 പോയിൻ്റ് SL ആണെങ്കിൽ 1500 വെച്ച് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ 605 രൂപയാണ് പോയത്. ഓക്കെ, നോ പ്രോബ്ലം. SL അടിച്ചിട്ടുണ്ട്. SL ഫുള്ളായിട്ട് നമ്മൾ അടിച്ചില്ല, ഏകദേശം പകുതി വെച്ച് നമ്മൾ എക്സിറ്റ് ആണ് ചെയ്തത്. ഏകദേശം 605 രൂപ ലോസിലാണ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എക്സിറ്റ് ആയത്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ്, അതായത് പുട്ട് സൈഡ് ഒരു പൊസിഷൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോഫിറ്റാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 3175 രൂപ പ്രോഫിറ്റ്. നമ്മുടെ പിന്നെ ലോസ് കവർ ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2500 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ എടുത്തൊരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എവിടെയാണ് ട്രേഡ് പ്ലേസ് ചെയ്തതെന്ന് ഞാൻ അതിന് നമുക്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, നിഫ്റ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി നല്ലൊരു ഡൗൺ മൂവ് വന്നിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും പ്രോഫിറ്റാണ്. കാരണം ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ട്രേഡ് എന്തായാലും പ്രോഫിറ്റ് എടുക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റിലും നിങ്ങൾ ലോസാണ് മേക്ക് ചെയ്തതെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി അത്രത്തോളം അതായത് അത്രത്തോളം ഒരു വേസ്റ്റ് സ്ട്രാറ്റജിയാണെന്ന് തന്നെ പറയാം. കാരണം മാർക്കറ്റ് ഇന്ന് രണ്ട് സൈഡോട്ട് നല്ല രീതിയിൽ തന്നെ മൂവായിട്ട് പല ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കിയാലും ഏതൊരു ടൈം ഫ്രെയിമിലും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡേ തന്നെയായിരുന്നു ഫ്രൈഡേ എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റത്തെ ട്രേഡ് ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഫസ്റ്റ് ട്രേഡ് എന്നുള്ളൊരു കോൾ ഓപ്ഷനാണ്. അതെൻ്റെ SL ഹിറ്റായി. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും SL ഹിറ്റായത്. ഓക്കെ, ഞാനിവിടുന്ന് തിരിച്ച് വീണ്ടും ഒരു ട്രേഡ് എടുത്തു. പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു മൂവി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലാണ് നമ്മുടെ ലോസ് കവർ ചെയ്തിട്ട് പ്രോഫിറ്റിലോട്ട് കൺവേർട്ട് ആയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിവിടെ ട്രേഡിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം മാക്സിമം 2 ട്രേഡാണ് ചെയ്യാറ്. അത് പ്രോഫിറ്റായ ലോസ് ആയാലും അവിടെ ഞാൻ ക്ലോസ് ആക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇത്രയും വലിയൊരു മൂവ് വന്നിട്ട് നിങ്ങൾ കാണാൻ പറ്റും. വലിയൊരു ക്യാൻഡിലായിരുന്നു. പക്ഷേ ഇതൊരു നമുക്കിവിടെ മാക്സിമം ആൾക്കാർ ഇവിടെ ട്രേഡ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇവിടെ നമുക്കൊരു ഇൻഡിസിഷനാണ്. കാരണം ഏത് ഡയറക്ഷനാണ് പോകാമെന്ന് കൺഫ്യൂഷനായിട്ട് പിന്നെ മാർക്കറ്റ് വലിയൊരു റെഡ് ക്യാൻഡിൽ വരികയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ മാർക്കറ്റ് മിക്കവാറും മൺഡേ ഒക്കെ ഒരു ഡൗൺഫോൾ തരാൻ തന്നെയാണ് ചാൻസ്. മേ ബി ഒരു അപ്പ് മൂവ് തന്നേക്കാം. കാരണം ഈ ഒരു റേഞ്ചൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ SLകൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൺഡേ ഒരു മൂവും കൂടെ തരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് മൺഡേ സംഭവിക്കാൻ പോകുന്നതെന്ന്. പ്രീമിയത്തിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് ഞാനെടുത്ത പ്രീമിയത്തിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 10 പോയിൻ്റാണ് ടാർഗറ്റ് വെച്ചത്. ഇവിടെ നിന്നാണ് പൊസിഷൻ മേക്ക് ചെയ്തത്. 64 എന്നാണ് ഞാൻ ബൈ ചെയ്തത്. 64. ഓക്കെ, 64 ബൈ ചെയ്തിട്ട് ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ബൈ ചെയ്തത്. ഇവിടെയല്ല, ഈ ഒരു റേഞ്ച് 64 ബൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ലോസ് ഏകദേശം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു റേഞ്ച് വരെ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 3000 രൂപ ലോസ് ആയിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് പിന്നെ കയറിപ്പോയത്. നമ്മൾ കറക്റ്റ് 10 പോയിൻറ്റിൽ എക്സിറ്റ് ആയി കേട്ടോ. ഈ ഒരു റേഞ്ചിൽ എക്സിറ്റായി മാർക്കറ്റ് വീണ്ടും കയറി ഏകദേശം 120 110 വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അധിക സമയം ഹോൾഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പ്രോഫിറ്റ് ഫസ്റ്റ് ട്രേഡ് ലോസ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഫസ്റ്റ് ട്രേഡാണ്. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്ത് വെച്ചേനെ. പക്ഷേ ഇത് ഫസ്റ്റ് ട്രേഡല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ലോസ് കവറായി നമ്മുടെ പ്രോഫിറ്റിലേക്ക് 1:1 വന്നപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ എപ്പോഴൊന്നും സംഭവിക്കില്ല. മാർക്കറ്റ് ഇങ്ങനെ ചിലപ്പം മാസത്തിൽ 1-2 വട്ടം ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ കൂടുതലും സംഭവിക്കുന്നത് അതായത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ SL ഹിറ്റാവാൻ ഒരു റിവേഴ്സാണ് ചാൻസ് വരാറ്. ഇങ്ങനെ ഇടയ്ക്കല്ലേ സംഭവിക്കും. ഇത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 1:1 1:2 പ്രോഫിറ്റ് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക്
ലോങ് ടൈമിൽ പ്രോഫിറ്റ് ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ട്രേഡും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തൊരു നല്ലൊരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളെ കാണാൻ പറ്റും. എൻ്റെ നെറ്റ് പ്രോഫിറ്റ് PN എന്ന് പറയുന്നത് 2500 രൂപ. ഓക്കെ, അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.